everyone, welcome back to Wedding Series Vlog Part 2. ഇന്നത്തെ വീഡിയോ പ്രീ വെഡ്ഡിംഗ് ഡേയും വെഡ്ഡിംഗ് ഡേയും ആണ്. സെപ്റ്റംബർ 7-നായിരുന്നു കല്യാണം. അപ്പോൾ സെപ്റ്റംബർ 6-ന് 2:30 ഞങ്ങളെല്ലാവരും ഗുരുവായൂരേക്ക് തിരിച്ചു. ഞങ്ങളുടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിരുന്നത് ഹോട്ടൽ സോപാനം ഹെറിറ്റേജിലായിരുന്നു. ഈ ഒരു കഥകളി ആയിട്ട് ഇവിടുത്തെ മെയിനായിട്ടുള്ള ഹൈലൈറ്റ്. പിന്നെ അവിടുത്തെ അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ് ഫോട്ടോസ് എടുക്കാൻ. പിന്നെ ഞങ്ങൾ ഗുരുവായൂർ തൊഴാൻ പോയി. അതിനുശേഷം ഞങ്ങൾ പ്രീ വെഡ്ഡിങ് ഷൂട്ടായിരുന്നു. ഒരു 2 hours എടുത്തു. യൂഷ്വലി നമുക്കൊക്കെ ഒരു ചടങ്ങുണ്ട്, കല്യാണത്തിൻ്റെ തലേന്ന് പെട്ടി കൊടുക്കുന്ന ചടങ്ങ്. പക്ഷേ ഇവർക്ക് അങ്ങനെ പെട്ടി കൊടുക്കുന്ന ചടങ്ങൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് താലമൊക്കെ ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വേറൊരു രീതിയിൽ മോഡിഫൈ ചെയ്തു. എൻഗേജ്മെൻറ്റ് ടൈമിൽ നിങ്ങൾ വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് ഇവർ താലാണ് നമ്മൾ എക്സ്ചേഞ്ച് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ഇവർക്ക് വരുന്നൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വതവേ ചെറുക്കൻ്റെ ഡ്രസ്സും പെണ്ണിൻ്റെ ഡ്രസ്സും ചെറുക്കൻ തന്നെ എടുക്കാറ്. ഇവിടെ പക്ഷേ ചെറുക്കൻ്റെ ഡ്രസ്സ് പെണ്ണും പെണ്ണിൻ്റെ ഡ്രസ്സ് ചെറുക്കനും എടുക്കാം. അങ്ങനെയാണ് ഇവരുടെ ആചാരം. ഇതോടുകൂടി പ്രീ വെഡ്ഡിംഗ് ഡേ കഴിഞ്ഞു. പിന്നെ ഇത് വെഡ്ഡിംഗ് ഡേ ആണ്. വെഡ്ഡിംഗ് ഡേ രാവിലെയുള്ള മേക്കപ്പാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, രഹന ചേച്ചിയാണ് എൻ്റെ മേക്കപ്പ് ചെയ്തത്. രഹന ചേച്ചി ഒരു മോർണിംഗ് 2 o'clock എത്തിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് സാരി അയൺ ചെയ്യാനൊക്കെ തുടങ്ങി. എന്നോട് പറഞ്ഞ് 3 o'clock വരെ കിടന്ന് ഉറങ്ങിക്കോ, എന്നിട്ട് നമുക്ക് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എൻഗേജ്മെൻറ്റ് ഒരു ബാഡായിട്ടൊരു ഇൻസിഡൻറ്റ് ഉണ്ടായി. 8 മണിക്ക് എത്തുമെന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടീഷ്യൻ എത്തിയത് 10:30. ഇപ്പം ഹെയറും കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഓൾമോസ്റ്റ് 11:30 കഴിഞ്ഞു. അവസാനം ട്രാഫിക്കും എല്ലാം കൂടിയായിട്ട് ഈ ജാതകം കൂട്ടിക്കെട്ടുന്നതിൻ്റെ 2 മിനിറ്റ് മുമ്പെയാണ് ഞാൻ എത്തിയതും ജാതകം കൂട്ടിക്കെട്ടിയത്. അതുകൊണ്ട് തന്നെ എത്ര നേരത്തെ റെഡി ആയാലും പ്രോബ്ലം ഇല്ലയെന്ന് ഞാൻ പറഞ്ഞു. പിന്നെ രഹന ചേച്ചീനെ പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് മുജ്ജന്മ പരിചയം എന്തോ ഉള്ള മാതിരിയായിരുന്നു. അത്രയും ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു. ഇതിന് ഷൂട്ടിന് പോയപ്പോഴാണെങ്കിലും ഫാഷൻ ഷോവിന് പോയപ്പോഴാണെങ്കിലും ഒക്കെ എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും കംഫർട്ടബിൾ അല്ലായിരുന്നു. പക്ഷേ ഇത് അത്രയും എൻ്റെ സ്വന്തം സിസ്റ്ററിനെ പോലെ ആയിരുന്നു കേട്ടോ പുള്ളിക്കാരി. പിന്നെ ഞാൻ ആഗ്രഹിച്ച മാതിരി സിമ്പിളായിട്ടാണ് മേക്കപ്പ് ചെയ്തതും എല്ലാം സെറ്റ് ചെയ്തതും എല്ലാം ഞാൻ ആഗ്രഹിച്ച മാതിരി തന്നെയാണ് എല്ലാം ചെയ്തത്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. പിന്നെ ഞങ്ങൾ ഒരു 6:15 ആയപ്പോഴേക്ക് ഫോട്ടോഷൂട്ടിലേക്ക് കടന്നു കേട്ടോ. ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എൻ്റെ കസിൻ ബ്രദറായിട്ടുള്ള ശരത്ത് തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്തു തന്നത്. മേക്കപ്പ് ആണെങ്കിലും ഫോട്ടോഗ്രാഫി ആണെങ്കിലും അതുകൊണ്ട് തന്നെ എല്ലാം ഓൺ ടൈമിലും എനിക്കെല്ലാം ഞാൻ പ്ലാൻ ചെയ്ത മാതിരിയൊക്കെ നടന്നു. എൻഗേജ്മെൻറ്റിൻ്റെ എല്ലാ പോരായ്മകളും ഞാൻ കല്യാണത്തിന് നികത്തിയെന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. കല്യാണത്തിൻ്റെ ഡേ ഉറങ്ങാത്തത് കൊണ്ട് തന്നെ ഫോട്ടോഷൂട്ട് കഴിയുമ്പോഴേക്ക് തന്നെ ഞാൻ വിശന്ന ഒരു വഴിയായിട്ടുണ്ട്. അപ്പം ഫോട്ടോഷൂട്ട് കഴിഞ്ഞപാട് തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് പോയി. അതിനുശേഷം നമുക്ക് കാല് പിടിക്കുന്ന ചടങ്ങുണ്ടല്ലോ, പിന്നെ കാല് പിടിക്കുന്ന ചടങ്ങിലേക്കാണ് കേട്ടോ ഞങ്ങൾ കടന്നത്. അതിനുശേഷമാണ് ഞങ്ങൾ ഗുരുവായൂരേക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഗുരുവായൂരിൽ വെച്ച് കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു 2023 ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് വെറുതെ ചെയ്തതാണെങ്കിൽ പോലും എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതായിരുന്നു ഞാൻ സാക്ഷാത്കരിച്ചത്. പുള്ളിയുടെ രീതിയിലുള്ള കല്യാണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 മണിക്കൂറൊക്കെയുള്ള കല്യാണമാണ്. എന്നിട്ട് പോലും പുള്ളി ഞാൻ ഈ ഒരു ആഗ്രഹം പറഞ്ഞപ്പം തന്നെ സമ്മതിച്ചു. പുള്ളിയുടെ വീട്ടുകാരും സമ്മതിച്ചു. അതാണ് വലിയൊരു കാര്യം. മുമ്പത്തെ ഒരു ഷോർട്ടിൽ ഇട്ടുണ്ടായിരുന്നു ഞാൻ, ഇത് 2 states വെഡ്ഡിംഗ് ആണ്, ഞങ്ങളത് ലവ് മാരേജ് ആണ്. അപ്പോൾ 2 കൾച്ചേഴ്സും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞങ്ങൾ കല്യാണം ഗുരുവായൂർ വെച്ചിട്ട് നടത്തിയത്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ 2 കൾച്ചേഴ്സും മിക്സ് ചെയ്തിട്ടാണ് ചെയ്തത്. അവരുടെ ആചാരപ്രകാരം മഞ്ഞച്ചരടിലാണ് താലികെട്ട്. അത് 2 തവണ കെട്ടും കേട്ടോ. ആദ്യത്തെ തവണ എൻ്റെ സൈഡിൽ നിന്ന് കൊടുക്കുന്ന ലോക്കറ്റിൽ, രണ്ടാമത്തെ തവണ പുള്ളിയുടെ സൈഡിൽ തന്ന ലോക്കറ്റിൽ. അത് രണ്ടും ഒരേ രീതിയിൽ തന്നെ നിൽക്കണം. അതാണ് ഇങ്ങനെ പുള്ളി നോക്കുന്നത്, രണ്ടും ഒരേ നിരയിൽ നിൽക്കുന്നുണ്ടോ എന്നുള്ളത്. എന്നിട്ട് അത് ഒരു 4 ദിവസം കഴിഞ്ഞാലേ ഉള്ളൂ ചെയിനിലേക്ക് ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ട് താലിയിൽ കോർക്കാൻ പോകുന്ന ആ ചെയിന് കഴുത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഞാൻ പുള്ളിക്കുള്ള ചെയിൻ പുള്ളിയുടെ കഴുത്തിലേക്ക് ഇടുകയാണ് ചെയ്തത്. ഞങ്ങളുടെ എൻഗേജ്മെൻറ്റ് പോലെ തന്നെ ഇതും വീട്ടുകാർ മാത്രമുള്ള ഒരു സിമ്പിളായിട്ടുള്ള ചടങ്ങായിരുന്നു. ആകെ 40 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് പേർക്കെങ്കിലും അറിയാൻ മതിയാവും, ഞങ്ങൾ കൊളീഗ്സാണ്. എൻ്റെ ഓഫീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ വർക്കിൽ ഫൈറ്റ് ചെയ്ത വ്യക്തിയായിട്ടാണ് എൻ്റെ കല്യാണം കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അപ്സും ഡൗൺസും നന്നായിട്ട് അറിയാം. ഞങ്ങളെ ലവ് സ്റ്റോറി ഒന്നും പറഞ്ഞിട്ട് ഇപ്പം ഞാൻ നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അത് ഞാനൊരു വ്ളോഗായിട്ട് തന്നെ ചെയ്യാം. എൻ്റെ വ്യൂവേഴ്സിനോട് എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്നവരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മകളോ മകനോ കല്യാണം കഴിക്കാൻ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ പോലും അത് അറേഞ്ച്ഡ് ആയിക്കോട്ടെ ലവ് ആയിക്കോട്ടെ, നിങ്ങൾ കുറച്ച് ടൈം കൊടുക്കുക മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മനസ്സിലാക്കി കല്യാണം കഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അണ്ടർസ്റ്റാൻഡിങ് ആണ് മാരേജ് ലൈഫിന് വേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ ഞങ്ങളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 2 പേരും എൻറ്റയർലി ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. ഒരു കാര്യത്തിൽ പോലും സിമിലാരിറ്റി ഇല്ല. പുള്ളീനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പുള്ളി വില്ലേജ് ലൈഫ് എന്നാണ്, ഞാൻ സിറ്റി ലൈഫ് എന്നാണ്. പിന്നെ പുള്ളി ഇൻട്രോവേർട്ടാണ്, ഞാൻ എക്സ്ട്രോവേർട്ടാണ്. പിന്നെ പുള്ളി ഒരു ഫുഡിയാണ്, ഞാൻ ഫുഡിൻ്റെ കാര്യത്തിൽ പറ്റ അബദ്ധമാണ്. അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ അങ്ങനത്തെ ഡിസിമിലാരിറ്റീസ് ആയിരിക്കും ഞങ്ങളെ
ഒരുമിപ്പിച്ചത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഇപ്പോൾ കാണുന്ന ചടങ്ങെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ മിഞ്ചി ഇവരുടെ ഇടയിൽ മിട്ടിലു എന്നൊക്കെ പറയട്ടോ, ഇത് ഇടുന്ന ചടങ്ങാണ് കേട്ടോ കാണേണ്ടത്. ഇത് ഇവരുടെ ഇടയിൽ അത്തമ്മയാണ് ചെയ്യുക. അത്തമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ഇടയിൽ മാമി എന്ന് പറയും. മാമൻ്റെ ഭാര്യയാണ് ചെയ്യേണ്ടത്. അതാണ് ഇപ്പം കണ്ടത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കന്യാദാനമാണ് കാണുന്നത്. ഈ ഒരു വീഡിയോ ഫൈനൽ വെഡിങ് വീഡിയോ അല്ല, ഇത് വ്ളോഗിൻ്റെ ബേസിൽ എടുത്ത വീഡിയോ മാത്രമാണ്. വൈകാതെ തന്നെ വീഡിയോഗ്രാഫർ എടുത്ത വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതാണ്. പിന്നെ എന്തുകൊണ്ട് ഗുരുവായൂരിനെ കല്യാണം എന്ന് ഞാൻ ആഗ്രഹിച്ചെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിശ്വാസമാണ് അവിടെ. ഞാൻ എന്ത് വിഷമഘട്ടത്തിലാണെന്നുണ്ടെങ്കിലും എൻ്റെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ തടസ്സം ഉണ്ടാകുന്ന സമയത്താണെങ്കിലും ഞാൻ എൻ്റെ ഗുരുവായൂരപ്പനെയാണ് വിളിക്കാറ്. എപ്പോഴും ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ ഉണ്ടാവും എൻ്റെ കയ്യിൽ ഏത് സമയത്തും. അപ്പോൾ ഞാൻ ഗുരുവായൂരപ്പനെയാണ് വിളിക്കാറ്. ആ സമയത്ത് ആ തടസ്സങ്ങളൊക്കെ ഗുരുവായൂരപ്പൻ മാറ്റിത്തരുന്നതാണ്. ഞങ്ങളുടെ കല്യാണ ടൈമിലാണെങ്കിലും എന്തെങ്കിലും ഒരു ടെൻഷൻ ഉണ്ടാകുമ്പോഴാണെങ്കിലും ഞാൻ ഗുരുവായൂരപ്പനെയാണ് വിളിക്കാറ്. ഓണം കഴിഞ്ഞിട്ട് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കാണ് ഞങ്ങളുടെ കല്യാണം ഉണ്ടായിരുന്നത്. അത്യാവശ്യം തലേ ദിവസം തൊഴാൻ പോയപ്പോഴും നല്ല തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ സ്പെഷ്യൽ ദർശനത്തിൻ്റെ ടിക്കറ്റ് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. പിന്നെ കല്യാണത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഞങ്ങൾ റൂം ബുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ എല്ലാം ഞങ്ങൾ ഓൺലൈൻ ബുക്കിംഗ് ആട്ടോ ചെയ്തത്. ഒന്നും ഞങ്ങൾ ഡയറക്റ്റ് ഗുരുവായൂർ പോയിട്ട് ഒന്നും ചെയ്തിട്ടില്ല. ഏറ്റവും എളുപ്പമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഗുരുവായൂർ എങ്ങനെ ബുക്ക് ചെയ്യണം, വെഡ്ഡിങ് എങ്ങനെ ബുക്ക് ചെയ്യണം, എങ്ങനെയാണ് വെഡ്ഡിങ് രജിസ്ട്രേഷൻ എന്നുള്ളതൊക്കെ ഒരു വീഡിയോ ഞാൻ ചെയ്യാം. കല്യാണം കഴിഞ്ഞൊരു 30 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ തന്നെ ഞങ്ങൾ അവിടെ മാരേജ് രജിസ്റ്റർ ചെയ്തു. അവിടെ സൺഡേ എന്നുള്ള പ്രോബ്ലം ഒന്നുമില്ല. 24 hours കഴിയുമ്പോഴേക്ക് തന്നെ ഞങ്ങൾക്ക് മാരേജ് സർട്ടിഫിക്കറ്റ് വാട്സപ്പിൽ കിട്ടി കേട്ടോ. അവിടെയൊന്നും ഫോട്ടോഗ്രാഫി അലൗഡഡ് അല്ല. പിന്നെ ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ലഞ്ചിലേക്ക് കടന്നു. ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് നേരെ എൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അവരുടെ ആചാരപ്രകാരം പെണ്ണിൻ്റെ വീട്ടിലേക്കാണ് പോകേണ്ടത്. സോ ട്രാവലറിൽ എൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. ടിൽ ദെൻ ബൈ.